കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നോമ്പ് വിശുദ്ധിയുടെ ഈ ആരാധനയിൽ അല്പസമയം ധ്യാനത്തിനുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 5-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു. കർത്താവായ ക്രിസ്തേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസത്തെ ധ്യാന വിഷയം എന്നത് നോമ്പ് അതൊരു പിൻവാങ്ങൽ തന്നെയാണ്. ജീവിതത്തിൽ പിൻവാങ്ങലുകൾ ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. പിൻവാങ്ങലുകൾ അനിവാര്യമാണ്. പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പിൻവാങ്ങലുകൾ പരാജയത്തിൻ്റെ ഒരനുഭവമായി ചിന്തിക്കാറുണ്ട്. പിൻവാങ്ങലുകൾ അത് പരാജയമല്ല, അതൊരു വിജയമാണ്. എന്തുകൊണ്ടാണ് പിൻവാങ്ങലുകൾ പരാജയമല്ല, അതൊരു വിജയമായി തീരുന്നെന്ന് ചോദിക്കുമ്പോൾ, പിൻവാങ്ങലുകളുടെ യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതൊരു വിജയം എന്ന് പറയുവാനും സാക്ഷീകരിക്കുവാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ. എൻ്റെയും നിൻ്റെയും ജീവിതത്തിലുള്ള പിൻവാങ്ങലുകളെ നാം ഒന്ന് തിരികെ നോക്കുമ്പോൾ, ഈ പിൻവാങ്ങലുകൾ പലതിൽ നിന്നുള്ള പിൻവാങ്ങലുകൾ ആകുക എന്നതാണ്. ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറിപ്പോവുക, ചില സ്വഭാവത്തിൽ നിന്ന് പിന്മാറുക, ചില ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുക, ചില കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറുക, ചില ജീവിത രീതികളിൽ നിന്നും പിന്മാറുക. അതാണ് പിന്മാറൽ എന്ന് പറയപ്പെടുന്നത്. കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ, ആത്മീകതമാകുന്ന തലങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, പിന്മാറൽ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പദം എടുക്കുവാനായിട്ട്, അതിൻ്റെ റിട്രീറ്റ് എന്ന് പറയുവാനായിട്ട്. റിട്രീറ്റ് നമുക്കറിയാം. റിട്രീറ്റ് എന്ന് പറയുന്നത് അതൊരു വിനോദയാത്ര അല്ല, അതൊരു ടൂറ് അല്ല. റിട്രീറ്റ് എന്ന് പലപ്പോഴും നമ്മൾ റിട്രീറ്റിനൊക്കെ പറയുന്ന ഒരു വാക്ക് വിനോദയാത്രയായിട്ട് അതിനെ ചേർത്ത് വെക്കുകയാണ്. റിട്രീറ്റ് എന്ന് പറയുന്നത് ഏകാന്തതകളിൽ ചെന്നിരുന്ന് ധ്യാനിക്കുക, അതാണ് റിട്രീറ്റ് എന്ന് പറയുന്നത്. തിരക്കേറിയ ജീവിത അനുഭവങ്ങളിൽ നിന്നും തിരക്കുകളില്ലാത്ത ജീവിത അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്പനേരം ദൈവവുമായുള്ള ഒരു ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് പങ്കുചേരുകയാണ് റിട്രീറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ റിട്രീറ്റ് എന്ന പദത്തിന് അർത്ഥം കൊടുക്കുന്നത്. ധ്യാനാത്മകമാകുന്ന ചിന്തകളോടുകൂടെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുക. സഭകളിലൊക്കെ റിട്രീറ്റ് ക്രമീകരിക്കാറുണ്ട്. വർഷത്തിലൊരിക്കൽ ക്രമീകരിക്കുന്ന റിട്രീറ്റ് തിരക്ക് പിടിച്ച ജീവിത ശൈലിയിൽ നിന്നും തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ജീവിത അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുക, ഒരു പിന്മാറിപ്പോകുക. അതാണ് റിട്രീറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുകയും ചെയ്യുന്നത്. എന്നിലെയും നിന്നിലെയും ജീവിത സമ്മർദ്ദങ്ങൾ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നും ജീവിത സമ്മർദ്ദങ്ങൾ ഒഴിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഘടകത്തെയാണ് ഈ പിന്മാറൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു അത്തരത്തിലുള്ള ചില പിന്മാറലുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വായിച്ചു കേട്ടത് തന്നെയാണ്. അവൻ നിർജ്ജന സ്ഥലത്ത് പിന്മാറിപ്പോയെന്നാണ് പറയുന്നത്. എന്തിനാണ് യേശു ഈ നിർജ്ജന സ്ഥലത്ത് പിന്മാറിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, തിരക്കേറിയ ജീവിത അനുഭവങ്ങളിൽ നിന്നും ദൈവമായുള്ളൊരു ബന്ധത്തിൻ്റെ അനുഭവങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് കർത്താവ് പിന്മാറിപ്പോയി എന്നാണ്.
വാങ്ങിപ്പോയെന്നാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ കടന്നുപോയി എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യപ്പെടുന്നത്. ചില ദുഷ്ട സംസർഗത്തിൽ നിന്നും, ചില വ്യക്തിജീവിത അനുഭവങ്ങളിൽ നിന്നും, ചില വാക്കുകളിൽ നിന്നും, ചില ഇടങ്ങളിൽ നിന്നും പിന്മാറിപ്പോകേണ്ടത് അനിവാര്യമാണ്. ഈ നോമ്പെന്ന് പറയുന്നത് അതൊരു പിന്മാറ്റത്തിൻ്റെ അനുഭവമാണ്. എന്ന് പറയുമ്പോൾ ഞാനായിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ നിന്നും, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നും ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് അതിനെ പിൻവാങ്ങൽ എന്ന് പറയുവാനായിട്ട് കഴിയും. വചനത്തിലേക്കുള്ള പിൻവാങ്ങൽ, പ്രാർത്ഥനയിലേക്കുള്ള പിൻവാങ്ങൽ, ധ്യാനത്തിലേക്കുള്ള പിൻവാങ്ങൽ, അങ്ങനെ ഒത്തിരി നീണ്ടുപോകുന്നുണ്ട് ഈ പിൻവാങ്ങലിൻ്റെ ആത്മീകത എന്ന് പറയപ്പെടുന്നത്. അംഗീകരിക്കപ്പെടാത്ത ഇടത്തു നിന്നും അംഗീകരിക്കപ്പെടുന്നതായ ഒരിടത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആണ് പിൻവാങ്ങൽ. എന്നെ അംഗീകരിക്കാത്തൊരിടമുണ്ട്, നിന്നെ അംഗീകരിക്കാത്തൊരിടമുണ്ട്. ആ ഇടത്തു നിന്നും അംഗീകരിക്കപ്പെടുന്ന ഒരിടത്തേക്കുള്ള ഒരു മാറിപ്പോകലാണ്. അതൊരു ഒളിച്ചോട്ടമല്ല, അതൊരു വിജയമാണ്, അതൊരു പരാജയമല്ല. അപ്പോൾ നോമ്പ് എന്ന് പറയപ്പെടുന്നത് എന്നെ അംഗീകരിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ നിന്നും എന്നെ അംഗീകരിക്കപ്പെടുന്ന ദൈവികതയിലേക്ക് മടങ്ങി വന്ന് ആ ദൈവികമാകുന്ന സംസർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇഴുകിച്ചേർന്ന് ജീവിക്കപ്പെടുന്ന ഒരു വ്യത്യസ്തമാകുന്ന അനുഭവം നൽകുന്ന ഒരിടത്തേക്ക് കടന്നു വരുന്നതിനെയാണ് ആത്മീയതയിൽ പിൻവാങ്ങൽ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഏതിൽ നിന്നൊക്കെയാണ് ഞാൻ പിൻവാങ്ങേണ്ടത്? വചനാടിസ്ഥാനത്തിൽ ഏതിൽ നിന്നൊക്കെ ഞാൻ പിൻവാങ്ങേണ്ടതായിട്ട് ഉണ്ട്? ഒന്നാമത് ഞാൻ പിൻവാങ്ങേണ്ടത് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. മത്തായി 4-ാമത്തെ അധ്യായം 12-ാമത്തെ. അവിടെ ഇങ്ങനെ പറയുന്നത്, യോഹന്നാൻ തടവിൽ ആയി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. ഇവിടെ യേശു ശുശ്രൂഷ ആരംഭിച്ച ആ നിമിഷം യോഹന്നാൻ തടവിലാകുകയാണ്. അല്ലെങ്കിൽ യോഹന്നാൻ തടവിലായ നിമിഷം മുതലാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ യേശു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ പിൻവാങ്ങിപ്പോയി, ഗലീലയിലേക്ക് പിൻവാങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഒന്നാമത് പിൻവാങ്ങേണ്ടത് ചില ദുഷ്ടജന സംസർഗത്തിൽ നിന്നും പിൻവാങ്ങേണ്ടതായിട്ട് ഉണ്ട്. യേശു ഇവിടെ പിൻവാങ്ങിപ്പോയത് ദുഷ്ടരുടെ ഇടയിൽ നിന്നിട്ടാണ്. അപ്പോൾ യോഹന്നാനെ പിടിച്ചത് നീതിമാന്മാരല്ല, യോഹന്നാനെ പിടിച്ചത് നല്ലവരായിട്ടുള്ളൊരു സമൂഹമല്ല. യോഹന്നാൻ ആരെയാണോ കുറ്റം ചുമത്തിയത്, യോഹന്നാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണോ നീ ചെയ്യുന്നത് തെറ്റ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞ മനുഷ്യനാണ് യോഹന്നാനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കുന്നതും അവനെ കൊല്ലുവാനായിട്ട് വിധി കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതൊരു ദുഷ്ട സംസർഗം നിറയപ്പെടുന്ന ഒരു സമൂഹമാണ്, അതൊരു പൈശാചികത നിറയപ്പെടുന്ന സമൂഹമാണ്. അപ്പോൾ കർത്താവ് പിന്മാറിപ്പോകുന്നത് അത്തരത്തിൽ ജീവിക്കപ്പെടുന്ന, അത്തരത്തിൽ ചിന്തിക്കപ്പെടുന്ന ദുഷ്ടജന സംസർഗത്തിൽ വീഴ്ന്നു പോകാതെയുള്ള ഒരു പിൻവാങ്ങൽ കർത്താവിനുണ്ടായിരുന്നു. അതാണ് ഈ നോമ്പിൽ ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നത്. നീ പിന്മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. നീ പിന്മാറിപ്പോകേണ്ടത് ദുഷ്ടജന സംസർഗത്തിൽ നിന്നും നീ ഒന്ന് പിന്മാറിപ്പോകുവാനായിട്ട് ശ്രമിക്കണം. എവിടെയാണ് ദുഷ്ടജന സംസർഗം ഉണ്ടാകുക? എങ്ങനെയാണ് ദുഷ്ടജന സംസർഗമുണ്ടാകുക? ഞാൻ നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നൊരു ഇടമുണ്ട്, അല്ലേ? ഞാൻ ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറുക, അവരിൽ നിന്നും മാറി മറ്റൊരു വഴിയിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യുക. അതിനെയാണ് ദുഷ്ടജന സംസർഗത്തിൽ നിന്നുള്ള പിന്മാറൽ എന്ന് പറയപ്പെടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യം. ഈ നോമ്പ് കാലഘട്ടത്തിൽ പിശാചാവുന്ന പൈശാചികതയുടെ ദുഷ്ടജന സംസർഗത്തിൽ നിന്ന് പിന്മാറി ദൈവീകതയിലേക്കൊന്ന് മടങ്ങി വരുവാനായി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്ന്, ദുഷ്ടജന സംസർഗത്തിൽ നിന്നുള്ള പിന്മാറൽ അനിവാര്യമാണ്. രണ്ട്, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്ക്, ലൂക്കോസ് 15-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയും. ലൂക്കോസ് 15:18. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും.
ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. മുടിയനായ പുത്രൻ അവന് ഈ ദുഷ്ടജന സംസർഗത്തിൽ കൂടെയൊക്കെ യാത്ര ചെയ്തവനാണ്. ഈ ദുഷ്ടജന സംസർഗത്തിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവൻ തിരിച്ചറിയുകയാണ്, ഇതല്ല എൻ്റെ വഴി. അപ്പോൾ ഇതല്ല എൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് ഇതൊരു പാപത്തിൻ്റെ വഴിയെന്ന് മനസ്സിലാക്കി അവൻ തിരിച്ചു വരികയാണ്, മടങ്ങി വരികയാണ്. മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും, പിന്മാറിപ്പോകും. ആ മടങ്ങിപ്പോകുമെന്ന പദത്തിൽ ഞാൻ എടുത്തു വെക്കേണ്ട പദം എന്താണ്? പിന്മാറിപ്പോകുന്നുണ്ട്. ഞാൻ പോകുന്ന വഴി പാപത്തിൻ്റെ വഴിയെന്ന് എനിക്ക് മനസ്സിലായി. ആയതിനാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. തിരിച്ചു പോയിട്ട് അപ്പനോട് കൂടെ പറയും, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ പിന്മാറിപ്പോകേണ്ടത് നിന്നിലെ പാപകരമാവുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്നും ഒന്ന് പിന്മാറണം. പാപകരമാവുന്ന പ്രവൃത്തിയിൽ നിന്നൊന്ന് പിന്മാറണം. പാപകരമാവുന്ന യാത്രകളിൽ നിന്ന് പിന്മാറണം. പാപകരമാകുന്ന ചിന്തകളിൽ നിന്ന് പിന്മാറണം. പാപകരമാകുന്ന സ്വഭാവങ്ങളിൽ നിന്ന് പിന്മാറണം. പാപത്തിന് കാരണമാകുന്ന ഇടപെടലുകളിൽ നിന്നും, വ്യക്തിജീവിത അനുഭവത്തിൽ നിന്ന് പിന്മാറണം. അതാണ് മുടിയനാപുത്രൻ നമ്മെ പഠിപ്പിക്കുന്നത്. നീ പോകുന്ന വഴി പാപത്തിൻ്റെ വഴിയാണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നത്, നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ യാത്ര പാപത്തിൻ്റെ യാത്രയാണ് എന്നെ പഠിപ്പിക്കുന്നതാണ് നോമ്പ്. അതിനാണ് ധ്യാനവും വചനവായനയും പ്രാർത്ഥനയും ഒക്കെ ആലയത്തിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലൊക്കെ ഉണ്ടാകും. ഞാൻ പോകുന്ന വഴി പാപം എന്ന് എന്നെ തിരിച്ചറിയിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് മടങ്ങി വരിക. എങ്ങോട്ടാ? എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക്, എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വരിക. ആ ഒരു പിൻവാങ്ങൽ നമുക്കുണ്ടാകണം. പാപകരമാകുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ഒരു പിൻവാങ്ങൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കല്ലെറിയുവാനായിട്ട് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവൾ വന്നു നിൽക്കുന്നത്, എല്ലാവരും അവളെ ഓടിച്ചുകൊണ്ട് നിർത്തുന്നത് കർത്താവിൻ്റെ അടുക്കലേക്കാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് നിൽക്കുന്ന ആ മനുഷ്യ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് കല്ലുമായി വിധിക്കപ്പെടുന്ന ഒരു സമൂഹത്തെയാണ്. എറിയുവാൻ വരുന്ന ഒരു സമൂഹത്തെയാണ്. ഗർജിക്കുന്ന ശബ്ദങ്ങളോടുകൂടി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ്. അപ്പോൾ പിന്നിൽ അങ്ങനെയുണ്ട്. ഇവിടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഏകാന്തതയിൽ നിൽക്കപ്പെടുന്ന ഒരുവനെയാണ്. കുനിഞ്ഞിരുന്ന് നിലത്തെഴുതുന്ന ഒരു മനുഷ്യനെയാണ് അവൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ ഇവൾ നിൽക്കപ്പെടുമ്പോൾ അവൾ മനസ്സിലാക്കുകയാണ്, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ജീവിതം ഇല്ലാതായി, ഇനി എനിക്ക് മരണമേ വിധിയുള്ളൂ. കാരണം ഗുരു മുന്നിലുണ്ട്, വിധിക്കേണ്ട ജനം പിന്നിലുണ്ട്. ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് സ്വയം വിധി കൽപ്പിക്കപ്പെട്ട ആ സ്ത്രീയെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, പോകാൻ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, ഇനിമേൽ പാപം ചെയ്യാൻ. സ്വയം വിധിക്കപ്പെടുകയാണ്, സ്വയം തിരിച്ചറിയുകയാണ്, എനിക്ക് മരണമേ ഇനി വിധിയുള്ളൂ. എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ പാപജീവിതം കൊണ്ട് ഞാൻ മരണത്തിന് വിധിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരപ്പെട്ടു എന്ന് സ്വയം മനസ്സിലാക്കിയ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനി നീ പാപം ചെയ്ത് പോകാം. അപ്പോൾ കർത്താവ് അവളുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഒന്ന് പഠിപ്പിക്കുകയാണ്. പിന്മാറുവാനായിട്ടൊന്ന് അവളെ ആഹ്വാനിച്ചു. നീ തിരിച്ചു പോ. എവിടേക്കാ തിരിച്ചു പോകേണ്ടത്? നീ ചെയ്ത പാമ്പാവസ്ഥയിലേക്കല്ല, നിന്നെ ഓടിച്ചു വന്ന വഴിയിലേക്കല്ല, നിന്നെ ഓടിച്ച മനുഷ്യൻ്റെ അടുക്കിലേക്കല്ല, നീ ചെയ്ത പ്രവൃത്തിയിലേക്കല്ല, നീ ജീവിച്ച ജീവിത തലങ്ങളിലല്ല, നീ പകലും രാത്രിയിലും നിന്നെ സുഖവും സന്തോഷം കണ്ടെത്തിയ കിടക്കയിലല്ല, നീ പകലും രാത്രിയിലും നിന്നിൽ അടുക്കിലേക്ക് ആകർഷിച്ച മനുഷ്യരുടെ അടുക്കിലേക്കല്ല നീ പോകേണ്ടത്. നീ പോകേണ്ടത് വേറെ ഇടത്തേക്കാണ്, സ്വസ്ഥതയുടെ അനുഭവത്തിലേക്കാണ്, സമാധാനത്തിൻ്റെ അനുഭവം. നീ പോകാം എന്ന് പറയുമ്പോൾ നീ പിന്മാറിപ്പോ. നിന്റെ വഴി വിട്ടുപേക്ഷിച്ച്, നിന്റെ ജീവിതം വിട്ടുപേക്ഷിച്ച്, നിന്റെ ചിന്തകളെ വിട്ടുപേക്ഷിച്ച്, നിന്റെ ശാരീരികതകളെ വിട്ടുപേക്ഷിച്ച് നീ പോ. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനി നീ പാപം ചെയ്യരുത്. പിന്മാറലുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പാപാവസ്ഥയിൽ നിന്നും പാപകരമാകുന്ന ജീവിത അനുഭവത്തിൽ നിന്ന് പിന്മാറണം. അതാണ് നോമ്പിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നോമ്പ് നമുക്ക് ഉണ്ടാകേണ്ടത് എൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് ആ പാപത്തിൽ നിന്ന് ഞാൻ വഴി മാറി
ഒരു യൂട്ടേൺ എടുത്ത് ഒന്ന് യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 2 പറയുന്നത് ഞാൻ പിന്മാറേണ്ടത് പാപകരമാവുന്ന എൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്ന് പിന്മാറുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത് ഞാൻ പിന്മാറേണ്ടത് യോഹന്നാൻ സുവിശേഷകൻ 6-ാമത്തെ അധ്യായത്തിലേക്ക്, യോഹന്നാൻ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ നമുക്കിങ്ങനെ വായിക്കാനായിട്ടാകാം. യോഹന്നാൻ 6:15. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഇവിടെ യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് പകർന്നു കൊടുത്തു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികൾക്ക് വിടുതൽ കൊടുത്തു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, എഴുന്നേൽക്കാൻ കഴിയാത്തവരെ എഴുന്നേൽപ്പിച്ചു, നടക്കുവാൻ കഴിയാത്തവരെ കൈപിടിച്ച് നടത്തി, രോഗിയായിരുന്ന എല്ലാവർക്കും വിടുതലും സൗഖ്യമൊക്കെ കൊടുത്ത് അത്ഭുതകരമാവുന്ന ഒരു പ്രവൃത്തിയിൽ ഇങ്ങനെ യേശു മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മധ്യ യേശുവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രശംസിക്കപ്പെടുന്നൊരു പ്രവൃത്തിയാണ്. എല്ലാവരും യേശുവിനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ ഈ പുകഴ്ത്തലിൻ്റെ അനുഭവത്തിൽ യേശു തൻ്റെ ശുശ്രൂഷ ജീവിതം മുന്നോട്ട് നയിച്ചു പോകപ്പെടുമ്പോൾ ജനത്തിനൊരാഗ്രഹമുണ്ടാകുകയാണ്, ഇവനെ പിടിച്ചൊന്ന് രാജാവാക്കാം. ഇവനെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മുടെ ഇടയിൽ അവൻ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ജാതിക്കാർക്ക് വേണ്ടുന്നത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട രോഗിയായിരിക്കുമ്പോൾ അവരെ വന്ന് കാണുന്നുണ്ട്, അവർക്ക് സൗഖ്യം, ഇതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ജനത്തിൻ്റെ അത്യാഗ്രഹം അല്ലെങ്കിൽ അതിമോഹം എന്ന് പറയുന്നത്, അവൻ ഞങ്ങളുടെ അടുക്കൽ രാജാവായിരുന്നാൽ ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഒന്നിനും കഷ്ടതയില്ല. അതുകൊണ്ട് ജനം അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി. അപ്പോൾ യേശു പിൻവാങ്ങിപ്പോയി. നോമ്പ് ഞാൻ എവിടെ നിന്നാണ് പിൻവാങ്ങേണ്ടത്? മൂന്നാമത് ഇവിടെ യേശുവിൻ്റെ പിൻവാങ്ങൽ നമ്മെ പഠിപ്പിക്കുന്നത് സ്ഥാനമോഹങ്ങളിൽ നിന്നുള്ള ഒരു പിൻവാങ്ങൽ നമുക്കുണ്ടാകണം. അധികാരമോഹത്തിൽ നിന്നുള്ള ഒരു പിൻവാങ്ങൽ നമുക്കുണ്ടാകണം. അതാണ് കർത്താവ് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മെ പഠിപ്പിക്കും. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മെ പഠിപ്പിക്കുന്നത്, രാജാവാക്കുവാനായിട്ട് പിടിച്ച ക്രിസ്തു അവരുടെ ഇടയിൽ കൂടെ ഒഴിഞ്ഞു പോയി, മലയിൽ പോയിട്ട്, നിർജ്ജന ഇടത്ത് പോയിട്ട് കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ പഠിപ്പിക്കുകയാണ്, നിന്നിലെ അധികാര മോഹം ഒന്ന് ഒഴിഞ്ഞു പോകുവാൻ, മാറിപ്പോകുവാനായിട്ട് നീ നോമ്പ് കാലഘട്ടത്തിൽ പരിശ്രമിക്കണം. ലൂക്കോസ് 23-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ പിടിച്ചു ഹെരോദാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ഹെരോദാവ് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അയച്ചു. അപ്പോൾ ഇവിടെ പറയുന്നു, ലൂക്കോസ് 23-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായിരുന്നു, മുൻപേ അവർ തമ്മിൽ ശത്രുക്കളായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ വലിയ ശത്രുതയുടെ അനുഭവത്തിലുള്ളവരാണ്. അപ്പോൾ ഈ ശത്രുതകളോടുകൂടി ജീവിക്കപ്പെടുന്ന ഈ മനുഷ്യർ യേശുവിനെ പിടിച്ചപ്പോൾ സ്നേഹിതരാവുകയാണ്. എന്തിനാണ് ഇവർ സ്നേഹിതരായത്? ഇവർ സ്നേഹിതരായത് അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ്, അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ടാണ്. ശത്രുവിനെ മിത്രമാക്കപ്പെടുന്ന ഒരു അനുഭവം, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ശത്രുവിനെ മിത്രമാക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ഹെരോദാവും പീലാത്തോസും തമ്മിൽ അന്നുവരെ വളരെയധികം ശത്രുതയിലാണ്. പരസ്പരം കണ്ടാൽ യുദ്ധം ചെയ്യും, പരസ്പരം കണ്ടാൽ ഇല്ലാതാക്കി കളയും, പരസ്പരം കണ്ടാൽ കൊലവിളി നടത്തും. ആ ഒരു തലത്തിൽ ജീവിച്ചിരുന്നവർ യേശുവിനെ പിടിച്ച് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവർ പരസ്പര സ്നേഹിതന്മാരായിത്തീരുകയാണ്. ഈ സ്നേഹിതന്മാരായി തീരുവാനുള്ള കാരണം പരസ്പരമുള്ള അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. പീലാത്തോസ് ഒരുപക്ഷെ അവനെ വിട്ടയച്ചാൽ ഹെരോദാവ് കൂടുതൽ ശത്രുത ഉണ്ടാക്കി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ഹെരോദാവ് ഇവനെ വിട്ടയക്കുവാനായിട്ട് ശ്രമിച്ചാൽ പീലാത്തോസ് കൂടുതൽ ഇടപെടലുണ്ടായി അധികാരത്തിൽ നിന്ന് ഇവനെ പിടിച്ചു മാറ്റും, ആയിരിക്കുന്ന സ്ഥാനം കസരെന്നൊക്കെ എഴുന്നേൽപ്പിച്ചു വിടും. അപ്പോൾ ഇതുണ്ടാകാതിരിക്കുവാനായിട്ട് രണ്ടുപേരും ഒന്നിച്ചു വന്ന് തീരുമാനമെടുത്ത് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുന്നത്. അധികാരത്തിനോടുകൂടെയുള്ള ഭ്രമം, അധികാരത്തിനോടുകൂടെയുള്ള വാഞ്ച, അതീ നോമ്പ് കാലഘട്ടത്തിൽ എന്നിൽ നിന്നൊക്കെ മാറുവാനായിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുവാനായിട്ട് ശ്രമിക്കണം. 3 മാറേണ്ടത് എന്നിലെ സ്ഥാനമോഹങ്ങളോടുകൂടെയുള്ള അതിയായ താല്പര്യം എന്നിൽ നിന്ന് മാറ്റുവാനായിട്ട് എനിക്ക് ഒന്ന് കഴിയണം. അത് പ്രാർത്ഥന മാത്രമേ സാധ്യമാകുകയുള്ളൂ. മറ്റ് എൻ്റെ സ്വഭാവം കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല, പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധ്യമാക്കുകയുള്ളൂ.
നാലാമതും അവസാനമതായി ഞാൻ പിന്മാറേണ്ടത് സമ്പത്തിനോടുകൂടെയുള്ള അത്യാഗ്രഹത്തിൽ നിന്നും ഒന്ന് പിന്മാറുവാനായിട്ട് നമുക്ക് കഴിയണം. സമ്പത്തിനോടുകൂടെയുള്ള അമിതാവേശത്തിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് കഴിയണം. യേശുവിൻ്റെ ശിഷ്യൻ യൂദാ, അവന് യേശുവിൻ്റെ ശിഷ്യനാണ് എങ്കിലും സമ്പത്തിനോടുകൂടെയുള്ള ആഗ്രഹം ഉള്ളവന മാത്രമായിരുന്നു. പരിമള തൈലവുമായി കടന്നു വന്നവളെ നോക്കിയിട്ട് പറയുകയാണ്, ഇതിനെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പാടില്ലേ? അവിടെ വചനം പറയേണ്ട അവന് മടിശീലയിൽ പണസഞ്ചി ഉള്ളത് കൊണ്ട് അവൻ അങ്ങനെ ചിന്തിച്ചു എന്നാണ്. പിന്നത്തേത് കാണുവാൻ കഴിയുന്നത് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്, അല്ല യേശുവിനെ തള്ളിപ്പറയുന്ന ആ ഒരു ഒറ്റിക്കൊടുക്കുന്ന അനുഭവത്തിലേക്ക് അവൻ വരികയാണ്. കേവലം 30 വെള്ളിക്കാശിനോട് കൂടെയുള്ള മോഹം, സമ്പത്തിനോടുകൂടെയുള്ള അത്യാഗ്രഹം, സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ആ ഒരു യാത്ര, പ്രിയപ്പെട്ടവരെ, അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നേട്ടങ്ങളിലല്ല, വിജയങ്ങളിലല്ല, മരണത്തിൻ്റെ താഴ്വാരങ്ങളിലേക്കാണ്, കുരിൻ്റെ അനുഭവത്തിലേക്കാണ്. പിന്മാറലുകൾ ഉണ്ടാകണം. ഈ പിന്മാറലുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പത്തിനോടുകൂടെ മോഹം വയ്ക്കുന്നുണ്ടെങ്കിൽ, സമ്പത്തിൻ്റെ പിന്നാലെയാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ, സമ്പത്തിൻ്റെ പിന്നാലെയാണ് നോട്ടമെങ്കിൽ, സമ്പത്തിൻ്റെ പിന്നാലെയാണ് എൻ്റെ യാത്ര, എൻ്റെ കാൽച്ചുവടുകൾ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാനൊന്ന് പിന്മാറണം. കേവലം ഈ നോമ്പ് കാലഘട്ടമെങ്കിലും കർത്താവിൻ്റെ സംരക്ഷണം പ്രാപിച്ചുകൊണ്ട് സമ്പത്തിനോടുകൂടെയുള്ള അമിതാവശ്യത്തിൽ നിന്ന് പിന്മാറി കർത്താവിൽ ഒന്ന് ശരണം പ്രാപിക്കുവാനായിട്ട്, കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഒന്ന് കഴിയണം. പിൻവാങ്ങൽ അതൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. എന്തനുഗ്രഹമാണ് പിൻവാങ്ങലിൽ കൂടെ നമുക്ക് ലഭിക്കുക? പിൻവാങ്ങലിൽ കൂടെ എനിക്ക് കിട്ടുന്ന അനുഗ്രഹം എന്നത് പ്രകാശമുള്ള ഒരു ജീവിതമാണ്, ശോഭയേറിയൊരു ജീവിതമാണ്. അന്ധകാരത്തിലിരുന്ന ഇരുട്ടിലിരുന്ന ജനം പ്രകാശം കണ്ടു എന്ന് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശം കണ്ടത് ക്രിസ്തുവിൻ്റെ പിൻവാങ്ങൽ ഉണ്ടായപ്പോഴാണ്. അധികാരത്തിനുള്ള പിൻവാങ്ങൽ, സമ്പത്തു നിന്നുള്ള പിൻവാങ്ങൽ, സ്ഥാനമോഹത്തു നിന്നുള്ള പിൻവാങ്ങൽ, ദുഷ്ടജന സംസർഗത്തുള്ള പിൻവാങ്ങൽ, പാപകരമാകുന്ന ജീവിത അനുഭവത്തിലുള്ള പിൻവാങ്ങലൊക്കെ ഉണ്ടായപ്പോൾ അന്ധകാരത്തിൽ ഇരുട്ടിലായിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശം ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്, ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ക്രിസ്തുവിനോട് കൂടെ ചേരാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ നോമ്പ് എന്ന് പറയുന്നത് റിട്രീറ്റാക്കി തീർക്കുവാൻ നമുക്ക് വേണം, ധ്യാനാത്മകമാകുന്ന അനുഭവങ്ങളാക്കി തീർക്കുവാനായിട്ട് നമുക്ക് വേണം. ദൈവമുള്ളൊരു കൂടിക്കാഴ്ച, ദൈവമുള്ള ഒത്തുചേരലിൻ്റെ അനുഭവത്തിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് പങ്കുചേരപ്പെടുന്ന ഒരു പിൻവാങ്ങൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് പ്രകാശവും സന്തോഷവും ആനന്ദവും ഒക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുക. ദൈവാലയത്തിൽ നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളൊക്കെ വചനം വായിക്കുന്നത് ഒരു റിട്രീറ്റാണ്, ഒരു പിൻവാങ്ങലാണ്. ദൈവാലയത്തിൽ ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥനകൾ ക്രമീകരിക്കുന്ന ഒരു റിട്രീറ്റാണ്, ഒരു പിൻവാങ്ങലാണ്. എവിടെ നിന്നിട്ടാണ്? എൻ്റെ ഭൗതികതയിൽ നിന്നിട്ട് എൻ്റെ ദൈവികതയിലേക്കുള്ളൊരു പിൻവാങ്ങൽ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കാം, അതിനുവേണ്ടി അല്പസമയങ്ങളെ നമുക്കൊന്ന് കണ്ടെത്താം. പിന്മാറൽ അല്ലെ പിൻവാങ്ങൽ അതൊരു പരാജയമല്ല, അതൊരു വിജയമാണ്. പിൻവാങ്ങൽ അതൊരു ഒളിച്ചോട്ടമല്ല, അതൊരു നേർവഴി കണ്ടെത്തുന്ന അനുഭവമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നേർവഴി കണ്ടെത്തുന്ന പിന്മാറ്റൻ്റെ അനുഭവത്തിൽ, പിൻവാങ്ങലിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതിന് പരിശുദ്ധ കൃപ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ ഇതിനുപോലെ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം പുതിയ കീർത്തന പുസ്തകത്തിൽ